വെള്ളാരംകിളികൾ വലം വെച്ചു പറക്കുന്ന മലയാള ഭാഷ തൻ മാദക ഭംഗിയിലേക്ക് തേരിറങ്ങി വന്ന കേവലമർത്യഭാഷ കേൾക്കാൻ കഴിയുന്ന നീലഗിരിയുടെ സഖികളെ സ്നേഹിച്ച ചന്ദനത്തിൽ കടഞ്ഞെടുത്ത മല്ലികാബാണന്റെ വില്ലെടുത്ത പ്രിയപ്പെട്ട ഭാവഗായകൻ ജയചന്ദ്രൻ എന്ന സ്വരമാധുരി ഹർഷബാഷ്പം തൂകി ശ്രുതി താഴ്ത്തിപ്പാടി സമയരഥങ്ങളിലേറി മറഞ്ഞുപോയി. പെരിന്തൽമണ്ണയിൽ പൂക്കാസയും ഷെൽട്ടറും സംസ്കാരയും സംയുക്തമായി സംഘടിപ്പിച്ച മഞ്ഞലയിൽ മുങ്ങിപ്പോർത്തി എന്ന ജയചന്ദ്രൻ അനുസ്മരണ പരിപാടിയിൽ പ്രഭാഷണം നടത്തുന്നത് അധ്യാപകനും എഴുത്തുകാരനും ഗവേഷകനുമായ ഡോക്ടർ NP വിജയകൃഷ്ണൻ ആണ്. ജയചന്ദ്രൻ വിണ്ണിലെ സുധാകരനായി അനശ്വരനായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പാലനാടിനെ പൂരിപ്പിക്കുകയാണ്. മോഹൻലാലും ജയചന്ദ്രനും തമ്മിൽ അഭേദ്യമായ ഒരു സർഗാത്മക ബന്ധം ഉണ്ട്. ചിത്രീകരണ സമയത്ത് അലസനായി കൂട്ടുകാരോട് സരസ സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ ഷോട്ട് റെഡി എന്ന് പറയുമ്പോഴേക്കും ഇതിൽ നിന്നും മാറി ആ കഥാപാത്രമായി തീരുകയും തിരിച്ചു വന്ന് പഴയ മോഹൻലാൽ എന്ന വ്യക്തിത്വത്തിലേക്ക് പകർന്നാടുകയും ചെയ്യുന്നത് പോലെ ജയചന്ദ്രൻ ഒരു സാധാരണ മനുഷ്യനായി സ്റ്റുഡിയോവിൽ എത്തുകയും തനിക്ക് ലഭിച്ച പാട്ട് വായിക്കുകയും സംഗീത സംവിധായകൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ക്ഷിപ്രവേഗത്തിൽ അദ്ദേഹം ഗായകനായി മാറുകയും പാടുകയും പാടിക്കഴിഞ്ഞ് പഴയ ജയചന്ദ്രനായി തിരിച്ചു പോരുകയും ചെയ്യുന്നു. അത്ഭുതകരമായ ഒരു സർഗാത്മക സാദൃശ്യം ഒരു ഗായകനും ഒരു നടനും തമ്മിൽ മലയാള സിനിമയിൽ ഒരേ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയം പഠിച്ച് പുറത്തിറങ്ങിയ ആളല്ല. ജയചന്ദ്രൻ അടിസ്ഥാനപരമായി ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിട്ടില്ല. അദ്ദേഹം ആദ്യം അഭ്യസിച്ചത് മൃദംഗമാണ്. മൃദംഗം വിസ്തരിച്ച് പഠിക്കുകയും കച്ചേരിക്ക് മൃദംഗം വായിക്കാൻ പ്രാപ്തനാവുകയും ചെയ്തു. ആ മൃദംഗത്തിൻ്റെ താളവും നൈസർഗികവും ജന്മായത്തവുമായ സംഗീത വാസനയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് അവസാനത്തെ പാട്ട് വരെ ജയചന്ദ്രൻ പാടി പോന്നത്. ജയചന്ദ്രൻ അടിസ്ഥാനപരമായി ഒരു കവിയാണ്. കവിത എഴുതാത്ത, എന്നാൽ കവിത്വം ഒരു അക്ഷയ ഖനിയായി ഉള്ളിൽ ഘനീഭവിച്ച് കിടക്കുന്ന ഒരു കാവ്യ വ്യക്തിത്വം. താൻ എഴുതിയ ഒരു കവിത കടലാസ് നോക്കി എപ്രകാരമാണ് ഒരു കവി അത് ഒരു കവിയരങ്ങിൽ ചൊല്ലുന്നത്, അതിന് സമാനമായി മറ്റൊരാൾ എഴുതിയ ചലച്ചിത്രഗാനമോ ഭക്തിഗാനമോ ലളിതഗാനമോ ആകട്ടെ, അതിനെ താൻ എഴുതിയ ഒരു കവിതയായി കണ്ട് പാടുന്ന ഒരു ശീലം ആയിരുന്നു ജയചന്ദ്രൻ്റേത്. ആ ആലാപനം തികച്ചും വൈയക്തികമായിരുന്നു, ആത്മനിഷ്ഠം ആയിരുന്നു. തൻ്റെ കയ്യിൽ കിട്ടിയ വരികൾ സംഗീത സംവിധായകൻ്റെ നിർദ്ദേശത്തിനു മുമ്പ് തന്നെ ജയചന്ദ്രൻ സ്വന്തമായി പാടുകയും തൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഒരു കോച്ച് ഒരു കളിക്കാരനെ എപ്രകാരം അനുസരിക്കണം, അപ്രകാരം ഒരു സംഗീത സംവിധായകൻ്റെ വഴിയിലൂടെ അദ്ദേഹം
നിഷ്ഠയോടുകൂടി സഞ്ചരിക്കുമ്പോൾ അതോടൊപ്പം അതിനുമപ്പുറം ജയചന്ദ്രൻ ആദ്യം ആവിഷ്കരിച്ച ഒരു സംഗീത പദ്ധതിയിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രയാണം. അത് നേരത്തെ പാലനാട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പാട്ട് തന്നെ പല കാലത്തിൽ പല വിധത്തിൽ അദ്ദേഹം പാടുന്നു എന്നതിനർത്ഥം അദ്ദേഹം ഒരു സംഗീത സംവിധായകൻ്റെ ചിട്ടയ്ക്കും അനുസൃതമായിട്ടല്ല പാടിയിരുന്നത്. ജയചന്ദ്രനെ സംബന്ധിച്ച് മറ്റ് പാട്ടുകളുടെ കേൾവി ജ്ഞാനം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂലധനം. അദ്ദേഹം പുസ്തകമോ പത്രമോ മാസികകളോ വായിക്കുന്ന ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും ഒരു വായനക്കാരനേ ആയിരുന്നില്ല. ഒട്ടും വായനക്കാരനല്ലാത്ത ഒരാൾ ഇത്രമാത്രം സാഹിതീയമായ സഹിതഭാവത്തിൽ എപ്രകാരം പാടുന്നു, അതാണ് ജയചന്ദ്രൻ്റെ പാട്ടിൻ്റെ ഒരു അദ്ഭുത ഘടകം. വരികളിലെ സഹിതഭാവത്തിന് അദ്ദേഹം നൽകിക്കഴിയുന്ന ആ സംഗീതത്തിൻ്റെ ഒരു അനുസ്യൂതമായ ഒരു ധാര. യേശുദാസ് ചലച്ചിത്ര ഗാനരംഗത്ത് സ്ഥാപിക്കപ്പെട്ടതിന് ശേഷമാണ് ജയചന്ദ്രൻ ഈ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത്. ജയചന്ദ്രൻ്റെ ഗാനങ്ങളുടെ സവിശേഷമായ ഒരു അവസ്ഥ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഗസൽ എന്ന കവിതയിൽ എഴുതിയിട്ടുണ്ട്. ഗണിതമല്ലോ താളം, താളമാകുന്നു കാലം, കാലമോ സംഗീതമായി പാടുന്നു ഗുലാം അലി. അത് നമുക്ക് ഗുലാം അലി എന്ന് തിരുത്തി അവിടെ ജയചന്ദ്രൻ എന്ന് ചേർത്താൽ അത് ജയചന്ദ്രൻ്റെ പാട്ടുകളുടെ ഒരു അടിയാധാരമായി നമുക്ക് തോന്നും. ഗണിതമല്ലോ താളം, താളമാകുന്നു കാലം, കാലമോ സംഗീതം. ഇതാണ് അടിസ്ഥാനപരമായി ജയചന്ദ്രൻ തൻ്റെ പാട്ടിലൂടെ നിർവഹിച്ച ആലാപനത്തിൻ്റെ ഒരു സ്വർഗീയമായ സൗന്ദര്യം. ഇപ്പം നീലാംബരി തന്നെ 3 രീതിയിൽ പാടുന്നു. അത് നളചരിതത്തിലെ ഹന്തഹംസമേ ചിന്ത എന്തുതേ എന്നുള്ള ആ ഒരു കഥകളി സംഗീതത്തിൻ്റെ ആ കഥകളീയതയെ മുൻനിർത്തി പാലനാട് ഇവിടെ സോദാഹരണം പാടി. പലപ്പോഴും ജയചന്ദ്രൻ്റെ പാട്ടിനെ, അതാണ് ഞാൻ പാലനാടിനെ പൂരിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്, ജയചന്ദ്രൻ്റെ പാട്ടിന് പലപ്പോഴും ഈ കഥകളി സംഗീതവുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധം ഉണ്ട്. കാരണം കഥകളി സംഗീതം ഒരു പ്രയുക്ത സംഗീതമാണ്. കഥകളി ഗായകൻ പാടുന്നത് വേഷക്കാർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ നടനു വേണ്ടിയാണ്. ചലച്ചിത്രഗാനം പാടുന്നവരും മറ്റൊരർത്ഥത്തിൽ ഒരു അഭിനേതാവിനെ അല്ലെങ്കിൽ ഒരു അഭിനേത്രിക്ക് വേണ്ടിയാണ് പാടുന്നത്. ആ അർത്ഥത്തിൽ എപ്രകാരമാണ് ഒരു ദൃശ്യത്തെ സംഗീതം കൊണ്ട് സ്വാംശീകരിച്ചും സമന്വയിച്ചും അതിൻ്റെ ഭാവാന്തരങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നത് മലയാള സിനിമയിൽ ജയചന്ദ്രൻ പാടിയ പാട്ടുകളും അതിൻ്റെ ദൃശ്യവും ചേർത്ത് വച്ച് നോക്കുമ്പോൾ ഈ ഒരു ദൃശ്യാംശം ഏറ്റവും അധികം ഉള്ളത് ജയചന്ദ്രൻ്റെ പാട്ടുകളിലാണ്. കാരണം അദ്ദേഹം ചേന്നമംഗലത്താണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്വദേശം ചേന്നമംഗലമാണ്. ഈ കൈത്തറി മുണ്ടുകളുടെ അതുണ്ടാക്കുന്ന ഒരു അനേകം കുടുംബങ്ങളുടെ ഒരു സ്ഥലം കൂടിയാണ്. വളരെ കൃത്യമായ രീതിയിൽ ഇഴ നെയ്യാനും നെയ്ത ഇഴയ്ക്ക് കസവ് കയറ്റാനും പാടവമുള്ള ധാരാളം കുടുംബങ്ങളുടെ ഒരു ദേശത്ത് ആ ജനിച്ച നെയ്ത്തിൻ്റെ ഒരു സംസ്കാരം അബോധമായി ജയചന്ദ്രൻ്റെ പാട്ടിൽ ഉണ്ട്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ദേശവും അവിടുത്തെ സംസ്കാരവും അബോധമായി അല്ലെങ്കിൽ പരോക്ഷമായി അദ്ദേഹത്തെ സ്വാധീനിക്കും. അങ്ങനെ ഒരു നെയ്ത്തിൻ്റെ സംസ്കാരം, എങ്ങനെ ഈ ഒരു ഇഴയടുപ്പം, പാട്ടും സാഹിത്യവും തമ്മിൽ എപ്രകാരം ഒരു ഇഴയടുപ്പം സാധ്യമാക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധം കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തിന് നൽകിയത് ആ ചേന്നമംഗലത്തെ ഒരു നെയ്ത്തിൻ്റെ സംസ്കാരമാണ്. പിന്നീട് അദ്ദേഹം പോകുന്നത് ഇരിങ്ങാലക്കുടയ്ക്കാണ്. ഇരിങ്ങാലക്കുട കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും
മേളത്തിൻ്റെയും എല്ലാം ഒരു സമന്വയ സ്ഥലിയാണ്. ഉണ്ണായി വാര്യരുടെ നാടാണ്, അമ്മന്നൂരിൻ്റെ നാടാണ്, വിശദമായ മേളത്തിൻ്റെ നാടാണ്. അങ്ങനെ ദൃശ്യവും മേളവും സമന്വയിച്ച ശബ്ദത്തിൻ്റെയും ദൃശ്യത്തിൻ്റെയും മറ്റൊരു സംസ്കാരത്തിലേക്കാണ് അദ്ദേഹം പിന്നീട് പോകുന്നത്. ഇതെല്ലാം ആരൂഢമായിട്ടാണ് അദ്ദേഹം മദിരാശിയിലേക്ക് വണ്ടി കയറുന്നതും അദ്ദേഹം പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ജോലി ചെയ്യുന്നതും ആ ജോലിയിൽ നിന്ന് വിടുതി ചെയ്ത് പാട്ട് പാടുകയാണ് തൻ്റെ അതിജീവനം, ഒപ്പം ഉപജീവനം എന്ന് തിരിച്ചറിയുകയും ചെയ്തു. ജയചന്ദ്രൻ്റെ പാട്ടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏതേതെല്ലാം ഘടകങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വേറിട്ട് നിൽക്കുന്നത്? ഒരുപക്ഷെ നമ്മളിപ്പോൾ വിവരിക്കുന്ന ഈ വിശേഷങ്ങളെല്ലാം മറ്റ് പാട്ടുകാർക്കും ബാധകമല്ലേ എന്ന് ചോദിക്കാം. ബാധകമാണ്. പക്ഷേ എപ്രകാരമാണ് അത് സവിശേഷമായ രീതിയിൽ ജയചന്ദ്രൻ എന്ന ഗായകനിൽ പുലരുന്നത്? ഒന്ന്, അദ്ദേഹത്തിൻ്റെ ശബ്ദ സൗകുമാര്യം, പാടുന്നതിലെ വിശുദ്ധി, ഉച്ചാരണത്തിലെ നൈർമല്യം, ആലാപനത്തിലെ വൈവിധ്യം, സാഹിത്യത്തിന് അധിഷ്ഠിതമായ സംഗീതം അതിൻ്റെ പാകതയിൽ പകരാനുള്ള വൈഭവം, വരികളെ വൈകാരികമായി ധ്വനിപ്പിക്കാനുള്ള സ്വര സന്നിവേശം, പാട്ട് സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷം തൻ്റെ ശബ്ദത്തെ മെരുക്കി എടുത്ത് അത് ഒരുക്കുന്ന രീതി. സംഗീതത്തിൻ്റെ ഒരു വ്യാകരണമുണ്ട്. ശാസ്ത്രീയ സംഗീതം പഠിച്ച ആ ഒരു വ്യാകരണത്തിൻ്റെ അഭാവത്തെ, രാഗം ശ്രീരാഗം തുടങ്ങിയ പാട്ട് കേട്ടാൽ മനസ്സിലാവും. ആ ഒരു ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അടിത്തറയില്ല എന്ന അഭാവത്തെ ജന്മായത്തമായ സംഗീതം കൊണ്ട് പൂർണ്ണമാക്കൽ, താൻ പാടുന്ന ഗാന സന്ദർഭങ്ങളെ ദൃശ്യവുമായി യോജിപ്പിക്കാനുള്ള ഒരു ക്രാന്തദർശിത്വം. ആ ദൃശ്യം എന്താണെന്ന് ജയചന്ദ്രൻ അറിയാതെയാണ് പാടുന്നത്. പക്ഷേ ആ ദൃശ്യം കാണാനുള്ള ഒരു മൂന്നാം കണ്ണ്, സംഗീതത്തോട് ഉപാധികളില്ലാത്ത ഉപാസന, അദ്ദേഹം തന്നെ ആലപിച്ച അതിലെ ധന്യത, പാട്ടെഴുത്തുകാരനെ അറിയൽ, സംഗീത സംവിധായകനെ അറിയൽ. താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ടെഴുത്തുകാരൻ പി ഭാസ്കരനാണ് എന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. 5 മാസ്റ്റേഴ്സേ ഉള്ളൂ എന്നും അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പി ഭാസ്കരൻ്റെ പാട്ട് എപ്രകാരം അദ്ദേഹം അതിൽ അലിഞ്ഞു പാടുന്നു, അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഈ മാണിക്യപുരത്തപ്പനെ കുറിച്ച് കൃഷ്ണപ്രകാശ് അങ്ങാടിപ്പുറം എഴുതിയ ഒരു ഭക്തിഗാനവും അതേ രീതിയിൽ ഉൾക്കൊണ്ട് പാടുവാനുള്ള ആ ആവിഷ്കാരത്തിലെ ആത്മാർത്ഥത. മറ്റൊന്ന്, വിവിധ രസങ്ങൾ, ശൃംഗാരം, കരുണം, ഹാസ്യം, അങ്ങനെ വിവിധ രസങ്ങൾ പാട്ടില് അന്തർലീനമായതിനെ, ആ രസങ്ങളെ പുഷ്ടിപ്പെടുത്തുന്ന ഒരു സ്വര സംസ്കാരം, പാടുന്നതിലെ ഒരു അനായാസത, ഒരു നിർമ്മലമായ അനായാസത. നമ്മൾ നളചരിതത്തിൽ കാട്ടാളൻ്റെ ഒരു പദമുണ്ട്, സ്വരത്തിനുടെ മാധുര്യം കേട്ടാൽ ഒരുത്തി എന്നത് നിശ്ചയം. അപ്പൊ നമുക്കറിയാം, സ്വരത്തിനുടെ മാധുര്യം കേട്ടാൽ അത് ജയചന്ദ്രൻ എന്ന് നിശ്ചയം എന്ന ഒരു രീതി. മുഴുതിങ്കൾ ഉദയേന കുമുദം എന്നതുപോലെ ചന്ദ്രോദയം കണ്ട ആമ്പലിൻ്റെ ഒരു സന്തോഷം. അങ്ങനെ ഒരു ചന്ദ്രോദയം കണ്ട ഒരു ആമ്പലിൻ്റെ സന്തോഷത്തിന് സമമാണ് നമുക്ക് ജയചന്ദ്രൻ്റെ ഓരോ ഗാനങ്ങളുടെയും കേൾവി. നളചരിതത്തിൽ തന്നെ ഒരു വരി, അവരവർ ചൊല്ലിക്കേട്ടേൻ അവൾ തൻ ഗുണഗണങ്ങൾ
അനിതര വനിതാ സാധാരണങ്ങൾ എന്നുണ്ണായി വാര്യർ എഴുതിയിട്ടുണ്ട്. അത് ഇരിങ്ങാലക്കുടയിൽ ജീവിച്ച ജയചന്ദ്രന്റെ പാട്ടുകൾക്കും നമുക്ക്, കാരണം അനിതര വനിതാ സാധാരണങ്ങൾ എന്ന് വെച്ചാൽ മറ്റ് വനിതകളിൽ, സ്ത്രീകളിൽ ഇല്ലാത്തത്, അത് നമുക്കൊന്ന് തിരുത്തി, മറ്റ് പാട്ടുകാരിൽ ഇല്ലാത്തത് അനിതര ഗായക സാധാരണങ്ങൾ എന്ന് നമുക്ക് ഈ നളചരിതത്തിലെ വരി തന്നെ ഇദ്ദേഹത്തിന്റെ പാട്ടിലേക്ക് സമന്വയിപ്പിക്കാം. പിന്നെ ജയചന്ദ്രൻ പാടിയ ഏറ്റവും മനോഹരമായ മറ്റൊരു ഗാനം, കേരളത്തിലെ ഏറ്റവും വിശിഷ്ടനായ മഹാകവി പി കുഞ്ഞിരാമൻ നായർ എഴുതിയ ഒരു കവിത. അതാണ് മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ട്. അത് ഒരു കുഞ്ഞിരാമൻ നായർ കവിതയാണ്. ആ കവിതയിലെ ചില വരികളാണ്. അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ചിന്മുദ്രാങ്കിത യോഗ സമാധി പൊരുളൊളി കണ്ണി കണ്ടു എന്നുള്ള ഒരു സമസ്ത പദം, ആ ശാസ്താവിന്റെ ആ പ്രതിഷ്ഠ, ആ സമസ്ത പദത്തെ ഒറ്റ വരിയിലൂടെ ജയചന്ദ്രൻ സാക്ഷാത്കരിക്കുന്നതിന് സമാനമായി കേരളത്തിലെ ഒരു ഗായകനും ഭക്തിഗാനം പാടിയിട്ടില്ല. ഒരു ഭക്തിഗാന രചയിതാവും അത്തരം ഒരു ദൃശ്യാത്മകമായ വരി, ഒരു സമസ്ത പദ ചേരുവയായി എഴുതിയിട്ടില്ല. പി കുഞ്ഞിരാമൻ നായർ എഴുതുന്നു, പി ജയചന്ദ്രൻ പാടുന്നു. പാട്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അർജുന മാഷാണ് അതിന്റെ സംഗീതം. പല പാട്ടുകളും സാഹിത്യഭാവം കുറഞ്ഞതായിരിക്കും, പക്ഷേ ജയചന്ദ്രൻ എന്ത് ചെയ്യുന്നു? എഴുത്തച്ഛൻ പറയുന്നുണ്ട്, വെള്ളത്തെ വെടിഞ്ഞ് പാൽ അന്നമെന്നതുപോലെ. ഹംസം പാലിന് വെള്ളം ചേർത്ത് കൊടുത്താൽ അതിലെ ആ വെള്ളം മാറ്റി നിർത്തി പാല് മാത്രം എടുക്കുന്നത് പോലെ അതിന് കൊടുക്കാവുന്ന അതിലെ സംഗീതത്തിന്റെ, ആ സാഹിത്യത്തിന്റെ അന്തസ്സാര സത്ത മാത്രം വാറ്റിയെടുത്തുകൊണ്ട് ജയചന്ദ്രൻ പാടുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉണ്ണായി വാര്യർ പറയുന്നുണ്ട്, സുധ കണക്കെ പദനിര സരസ്വതി വരമായിട്ട് നളന് കൊടുക്കുകയാണ്. സുധ കണക്കെയാണ്, അമൃത് കണക്കെ പദനിര കൊടുക്കുകയാണ്. വാരിനിലങ്ങിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ എന്ന് എഴുത്തച്ഛൻ രാമായണത്തിന്റെ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടിവിയെന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ എന്ന് നമ്പ്യാർ പറയുന്നുണ്ട്. ഈ സുധ കണക്കെ പദനിരയും വാരിനിലങ്ങിൽ തിരമാല കണക്കെയുള്ള ആ വാക്പ്രവാഹവും ചാരു കേരള ഭാഷയും സമന്വയിച്ചാൽ ജയചന്ദ്രന്റെ പാട്ടുകളായി. നന്ദി.